ഗൈസ് അങ്ങനെ KSRTC നമ്മുടെ ചെക്കനെ എടുത്തതിന് ശേഷം വമ്പൻ സെയിലായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വാഹനങ്ങളാണ് ഇപ്പോൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കൂടെയുള്ള ടാറ്റയുടെ ഏറ്റവും പുതിയ സ്റ്റാർ ബസ് പ്രൈം 52 സീറ്റ് ബസ്സാണ് കേട്ടോ. അല്പം വൈഡർ ആക്കിയിട്ടുണ്ട്. നോർമൽ ബസ്സിനെ പോലെയല്ല, കുറച്ചും കൂടെ വിട്ട് കൂടിയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് ചെക്കൻ? പൊളിച്ചിട്ടില്ലേ സാധനം? അപ്പോൾ ഇത്തവണ മെയിനായിട്ട് സ്കൂൾ പർപ്പസും അതുപോലെ തന്നെ സ്റ്റാഫ് ട്രാൻസ്പോർട്ടും മെയിൻ മുൻനിർത്തിയിട്ടാണ് അല്പം വൈഡർ ആക്കിയിട്ട് ഏറ്റവും പുതിയ സ്റ്റാർ ബസ് പ്രൈം ഇറക്കിയേക്കണം കേട്ടോ ടാറ്റ മോട്ടോഴ്സ്. എങ്ങനെയുണ്ട് വാഹനം? ഇവന്റെ മെയിൻ മാറ്റം എന്ന് പറയുന്നത് വൈഡർ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സീറ്റിംഗ് കപ്പാസിറ്റി കൂടിയിട്ടുണ്ട്. അല്പം കംഫർട്ടും മറ്റുള്ള കുറച്ച് ഫീച്ചേഴ്സും കൂട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതാണ്. പിന്നെ വാഹനത്തിന്റെ പേര് നോക്കുകയാണെങ്കിൽ LP916/52, അതായത് 52 സീറ്റ്. ക്യാമറയോടെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തോരം വൈഡർ ആയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. നമുക്ക് ഓരോ ഫീച്ചേഴ്സ് എടുത്ത് നോക്കാം. മുകളിൽ നോക്കുകയാണെങ്കിൽ 2 പാർക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഡിസൈൻ തന്നെ മുകളിൽ നോക്കിയാൽ അല്പം ഒരു സ്പോട്ടി ലുക്ക് കിട്ടും. പിന്നെ വലിയൊരു വൈഡർ ആയിട്ടുള്ള ഗ്ലാസ് ആണ് കൊടുത്താണ്. ഡുവൽ വൈപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്പോസിറ്റ് സോണിലേക്കാണ് കൊടുത്താണ്. മുകളിൽ ഒരു ഡ്രൈവർ സൈഡിൽ ഒരു ഹിഡൻ മിറർ വരുന്നുണ്ട്. താഴത്തെ ആ ഒരു ഐറ്റംസ് ഒക്കെ കാണാനാണ്. മാർക്ക് പോളോ ആട്ടെ ബോഡി ബിൽഡ് ചെയ്തേക്കണം. അവരുടെ ഒരു ലോഗും ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. പിന്നെ വാഹനത്തിന്റെ ഹെഡ്ലാമ്പ് യൂണിറ്റ് ആണെന്ന് വെച്ചാൽ ഡുവൽ ചാമ്പേഴ്സ് ആണ് ഇതിന്റെ ഹെഡ്ലാമ്പ് യൂണിറ്റ് വരുന്നത്. അതും ഹാലജൻ ബൾബുകളാണ്. സെന്റർ ഭാഗത്ത് ഈ ഒരു പീസ് ഒരു ബോണറ്റ് ആട്ടാ. അതിന് മുമ്പ് നമുക്ക് ആ മാർക്ക് പോളോന്റെ ലോഗോ കാണാം. ടാറ്റയുടെ ഏറ്റവും പുതിയൊരു ലോഗോ വരുന്നുണ്ട്. കണ്ട ആ ഒരു ബോണറ്റ് തുറക്കുമ്പോൾ ഇവിടെ എഞ്ചിനും ഇന്റർകൂളറും അതുപോലെ തന്നെ റേഡിയേറ്ററും സംവിധാനങ്ങളെല്ലാം ഇവിടെ കാണാം. ഫ്രണ്ടിൽ എയർ ഡാം യൂണിറ്റ് വരുന്നുണ്ട്. എല്ലാം നല്ലൊരു സ്ട്രോങ് ആയിട്ട് തന്നെ ചെയ്താണ്. ടാറ്റയുടെ വണ്ടികൾ പിന്നെ സ്ട്രോങ്നെസ്സിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. സേഫ്റ്റിയുടെ കാര്യത്തിലും ഒട്ടും തന്നെ പുറകല്ല കേട്ടോ. ഒരുപാട് ലേറ്റസ്റ്റ് സംവിധാനങ്ങളും വാഹനത്തിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടാറ്റയുടെ ഒരു ഫ്ലീറ്റ് എഡ്ജ് എന്നുള്ള ഒരു ആപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ജിയോ ഫെൻസിങ്, വാഹനം എവിടെ നിൽക്കുന്നത്, അങ്ങനെ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് അതിലും കൊടുത്തിട്ടുണ്ട്. കോ ഡ്രൈവറിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു സിംഗിൾ വിൻഡോ ആണ് ഇവിടെ. പക്ഷെ അത്യാവശ്യം വൈഡർ ആക്കിയിട്ട് കുറച്ച് പോർഷൻ എക്സ്റ്റെൻഡ് ഉണ്ട് കേട്ടോ. അതാണ് ഈ വൈഡർ ആക്കിയപ്പോൾ ഉള്ള ചെറിയ മാറ്റങ്ങൾ. ബാക്കിലേക്കൊക്കെ നോർമൽ വിൻഡോസ് ആണ്. ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഒരു ചെറിയൊരു എക്സ്റ്റൻഷൻ വന്നതാണ്. താഴെ ഒരു ഗ്ലാസ് വരുന്നുണ്ട്, ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്, ഇൻഡിക്കേറ്റർ കാണാൻ. അതിന്റെ തൊട്ട് താഴെയായിട്ട് നോർമൽ പാർക്ക് ലൈറ്റും വരുന്നുണ്ട്. പിന്നെ വാഹനത്തിന്റെ ആ ഒരു ടയർ യൂണിറ്റ് നോക്കുകയാണെങ്കിൽ എല്ലാ ടയറും റേഡിയൽ ടയർ ആട്ടോ കൊടുത്തത്. ഒരു 17.5 ഇഞ്ചസ് ടയേഴ്സ് ആണ് കൊടുത്തത്. പിന്നെ എല്ലാം ഡിസ്ക് ബ്രേക്കുകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിച്ചത്. ഫ്രണ്ടിലും ബാക്കിലും പാരാബോളിക് സസ്പെൻഷൻ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു കംഫർട്ട് കിട്ടുന്ന ഒരു സസ്പെൻഷൻ യൂണിറ്റ് തന്നെയാട്ടത്. ഇത് ഇവിടെ ഒരു ഫ്ലീറ്റ് എഡ്ജിന്റെ ഒരു സ്റ്റിക്കറാണ്. ഈ ഒരു പോർഷൻ കണ്ടോ ബ്ലാക്ക്, ഈ ഒരു പോർഷൻ ആട്ടോ കുറച്ചും കൂടെ എക്സ്റ്റൻഷൻ ആയപ്പോഴുള്ള ഒരു ചെറിയ വ്യത്യാസങ്ങൾ ഒന്നാണ് ലെങ്ത് കൂടിയപ്പോഴേ. ഇനി വൈഡർ ആയിട്ടുള്ള വ്യത്യാസം ഫ്രണ്ട് നോക്കി തന്നെ കാണാം. എയർ ഡോറുകളല്ല, മുകളിലും താഴെ ഫിക്സഡ് ആയിട്ടുള്ള ഡോറാണ്. ഒരു കാറിന്റെ ഡോർ തുറക്കാവുന്ന രീതിക്ക് തന്നെയാണ് ആ ഒരു സംവിധാനം കൊടുത്താണ് കേട്ടോ. കണ്ട ഇവിടെ ഒരു ലോക്ക് ഉണ്ട്. കണ്ട ഈ ലോക്ക് ഞെക്കിയിട്ട് വേണം തുറക്കാനായിട്ട്. ഞാൻ മെയിനായിട്ടും പറഞ്ഞല്ലോ സ്റ്റാഫ് ട്രാൻസ്പോർട്ടും അതുപോലെ തന്നെ സ്കൂൾ പർപ്പസിനൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുക. അത്യാവശ്യം ഒരു ഹൈറ്റ് കുറഞ്ഞുള്ള ഒരു ഫുഡ് സ്റ്റെപ്പുകൾ തന്നെയാണ് ഇതിൽ കൊടുത്താണ്. 2 സ്റ്റെപ്പുകൾ കയറി കഴിഞ്ഞാൽ അകത്തേക്ക് എത്തും. പിന്നെ ഇത് സ്റ്റാർ ബസ് പ്രൈമിന്റെ ഏറ്റവും പുതിയൊരു സ്റ്റിക്കറിങ് ആണ്. നല്ലൊരു കളർഫുൾ സ്റ്റിക്കറാണ്. വാഹനം ഇപ്പോൾ ഓടി വന്നുള്ള അതിന്റെ ഒരു ചെളി ചെറുതായിട്ടുണ്ട് കേട്ടോ. നമുക്ക് കാറും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കഴുകി എടുക്കായിരുന്നു. ഇവിടെ ഒക്കെ കുറച്ച് ലഗേജ് സ്പേസ് വരുന്നുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡിലാണ് ഫ്യൂൽ ടാങ്ക് വരുന്നത്. ഡെഫ് ടാങ്കും അപ്പുറത്തെ സൈഡിലാണ് നമുക്ക് കാണാൻ സാധിക്കും. സ്റ്റാഫ് ട്രാൻസ്പോർട്ടിനൊന്നും അധികം ലഗേജ് സ്പേസിന്റെ ആവശ്യമില്ല. പിന്നെ ബാക്കിലൊക്കെ വാഹനം എടുത്തിട്ട് ബൂട്ട് പൊളിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. വേറെ ബാക്കിലും പാരാബോളിക് സസ്പെൻഷൻ തന്നെയാണ് വരുന്നത്. ഡുവൽ ടയേഴ്സ് കാണാം. ഇവിടെയും 17.5 ഇഞ്ചിന്റെ ഒരു കിടിലൻ ടയേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വാഹനത്തിന് അതിഗംഭീരമുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട്. 150 mm ആട്ടോ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ്. അത്യാവശ്യം ഒരുവിധം ടെറൈൻസിലൊക്കെ സിമ്പിൾ ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു രീതിക്ക് തന്നെയാണ് സെറ്റ് ചെയ്താണ്. ഇവിടെ സ്പെയർ വീലും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബാക്കിലത്തെ ഒരു 3 സീറ്റ് എക്സ്റ്റെൻഡഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അതായത് ടയറിന്റെ ബാക്ക് സൈഡിലേക്കായിട്ടാണ് നിൽക്കുന്നത്. 3 റോ സീറ്റ് മെയിൻ ആയിട്ടും. അപ്പോൾ ഒരു ചെറിയ ട്രാൻസ്പോർട്ടേഷൻസ് ഒക്കെ ഇതിൽ സുഖസുന്ദരമായിട്ട് യാത്ര ചെയ്ത് പോകാനൊക്കെ പറ്റും. ഇനി ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ വലിയൊരു വലിപ്പം കൂടിയിട്ടുള്ള ഒരു വിൻഷീൽഡ് ബാക്കിലും വരുന്നുണ്ട്. മുകളിൽ 2 പാർക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. എമർജൻസി എക്സിറ്റ് കാണാം. അവിടെ നോർമൽ ആയുള്ള ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് വരുന്നുണ്ട്. ടാറ്റയുടെ ഒരു ബാഡ്ജിങ് കാണാം. റിവേഴ്സ് പാർക്കിംഗ് സെൻസറുകളാണ് ഇതിൽ കൊടുത്താണ്. ക്യാമറ യൂണിറ്റ് ഒക്കെ അഡീഷണൽ ആയിട്ട് നമുക്ക് ഫിക്സ് ചെയ്യേണ്ടി വരും.
ഇതാണ് കേട്ടോ ആ പാർക്കിംഗ് സെൻസറുകൾ. അത്യാവശ്യം വൈഡർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ക്യാമറ യൂണിറ്റ് വാഹനം എടുത്തതിന് ശേഷം ഫിക്സ് ചെയ്യുന്നത് നന്നായിരിക്കും. മാർക്കോപോളോന്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് ബാക്ക് സൈഡിൽ പറയാനുള്ളത്. പിന്നെ ഡ്രൈവർ സൈഡിലേക്ക് വരുമ്പോൾ എമർജൻസി എക്സിറ്റ് ഡോറ് കാണാം. ഇവിടെ അങ്ങനെ ചവിട്ടി കയറാനുള്ള സംവിധാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. വാഹനത്തിന്റെ ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത് 9750 mm. റിയർ ഓവർഹാങ് നോക്കുകയാണെങ്കിൽ 3120 mm. അതുപോലെ ഫ്രണ്ട് ഓവർഹാങ് നോക്കുകയാണെങ്കിൽ 1430 mm ആട്ടാ വരുന്നത്. പിന്നെ ഈ വാഹനത്തിന്റെ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 3120 mm. വിഡ്ത്ത് നോക്കുകയാണെങ്കിൽ 2250 mm ആട്ടാ വിഡ്ത്ത് വരുന്നത്. ഇനി വൈഡർ അല്ലാത്ത നമ്മുടെ ബോഡി നോക്കുകയാണെങ്കിൽ 2200 mm ആട്ടോ ആ ഒരു വിഡ്ത്ത് വരുന്നത്. അപ്പൊ ചെറിയ കമ്പാരിസൺ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു 120 ലിറ്ററിന്റെ HDEB ഫ്യൂൽ ടാങ്ക് ആണ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഡെഫ് ടാങ്കും കൊടുത്തിട്ടുണ്ട്. ഏകദേശം 25 ലിറ്ററിന്റെ അടുത്തുള്ള ഡെഫ് ടാങ്ക് ആട്ടാ. ഡ്രൈവർ ഡോറും അത്യാവശ്യം വൈഡർ ആക്കിയിട്ടാണ് ഡിസൈൻ ചെയ്തേക്കണത്. ഇവിടെയും ഒരു എമർജൻസി എക്സിറ്റ് കാണാം. ഡോറൊക്കെ ഒരു 90 ഡിഗ്രിയുടെ അടുത്ത് തുറക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ വാട്ടർ ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. സ്പ്ലിറ്റ് വിൻഡോസ് ആണ് വരുന്നത്. നമുക്ക് ചവിട്ടി കയറാനായിട്ട് 2 സ്റ്റെപ്പ് കാണാം. എയർ സീറ്റുകളാട്ടോ കൊടുത്താണ്. അത്യാവശ്യം നല്ലൊരു കംഫർട്ട് കിട്ടുന്ന ഒരു സീറ്റുകൾ തന്നെയാണ്. കൂടെ തന്നെ ജാക്കി ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗമൊക്കെ കുറച്ചും കൂടെ വൈഡർ ആയിട്ടുള്ള അതിന്റെ ഭാഗമായിട്ട് കുറച്ചും കൂടെ സ്പേസ് ഉണ്ട് കേട്ടോ. നമുക്കിനി അകത്ത് ആ ഡ്രൈവർ സീറ്റിൽ കയറുന്ന ഇവിടുത്തെ ഫീച്ചേഴ്സ് നോക്കിയാൽ കണ്ട ഈ ഒരു ഭാഗമൊക്കെ ഭയങ്കരമായിട്ട് സ്പേസ് മാറ്റം വന്നിട്ടുണ്ട് വൈഡർ ആയിട്ടോ. ഇനി വാഹനത്തിന്റെ ചാവി കാണിച്ചു തരാം. നോർമൽ ആയുള്ള ആ ഒരു ടാറ്റയുടെ ലോഗോ വരുന്നുണ്ട്. ഡെഫ് ടാങ്കിന്റെ ആ ഒരു ചാവി വരുന്നുണ്ട്. ഇനി വാഹനം ഓൺ ആക്കി നോക്കിയാലോ നമുക്ക് അതിന്റെ കംഫർട്ടും കാര്യങ്ങളും കാണിച്ചു തരാം. നോക്കിയ ഒരു ക്ലസ്റ്റർ, ടാറ്റയുടെ ഒരു തനതായിട്ടുള്ള ഒരു ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സ്റ്റിയറിംഗ് നോക്കുകയാണെങ്കിൽ ടിൽറ്റും ടെലസ്കോപ്പിക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. എയർ ബ്രേക്ക് സംവിധാനങ്ങളാട്ടോ താഴെ. ഇനി വാഹനത്തിന്റെ GVW നോക്കുകയാണെങ്കിൽ 10200 കിലോഗ്രാം ആണ് കേട്ടോ വരുന്നത്. അത് മാത്രമല്ല നമുക്ക് അത്യാവശ്യം നല്ലൊരു ബോഡി വെയിറ്റും കിട്ടുന്നുണ്ട്. വാഹനം ഇപ്പോൾ ഓണായിട്ടാണ് കിടക്കുന്നത്. അതിൻ്റെ അകത്തുള്ള ടയർ പ്രഷർ കാണിക്കുന്നുണ്ട്. 3 ഡ്രൈവ് മോഡുകൾ വരുന്നുണ്ട്. അതായത് ലൈറ്റ്, ഹെവി, മീഡിയം എന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ RPM മീറ്റർ വരുന്നുണ്ട്. താഴെ ഫ്യൂൽ ഗേജ് വരുന്നുണ്ട്. റൈറ്റ് സൈഡിൽ സ്പീഡോമീറ്റർ വരുന്നുണ്ട്. ആ ഒരു നല്ലൊരു പ്രീമിയം ടോറസിലൊക്കെ വരുന്ന സെയിം സ്റ്റിയറിംഗ് തന്നെയാണ് ഇവിടെയും കാണാൻ സാധിക്കും. പിന്നെ ക്ലസ്റ്ററിൻ്റെ അകത്തൊരു സെമി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വേറെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഡിസ്റ്റൻസ് ടു എംടി, അതുപോലെ തന്നെ സർവീസ് വാണി, അങ്ങനെ കുറേ മെനു ഓപ്ഷൻസും അതിൽ വരുന്നുണ്ട്. എത്ര മണിക്കൂർ എഞ്ചിൻ റൺ ചെയ്തു. ഇനി മെയിനായിട്ട് ഈ വൈഡർ ബോഡി അവൈലബിൾ ആയിട്ട് വരുന്നത് 40 സീറ്റർ, 50 സീറ്റർ, 55 സീറ്റർ. ഇവിടെ ബാറ്ററി കട്ട് ഓഫ് സ്വിച്ച് കാണും. 4 ഇൻഡിക്കേറ്ററിന്റെ സ്വിച്ച് കാണും. ആ ഒരു ഭാഗം വൈഡർ ആയിട്ടാണ്. അവിടെ ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. ഇതിൻ്റെ സൗണ്ട് കളിപ്പിച്ചിറങ്ങും. അയ്യോ അടിപൊളിയായിട്ടില്ലേ? എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരു സൗണ്ട് തന്നെ കേട്ടോ അവൻ്റെ എഞ്ചിൻ്റെ സൗണ്ട്. ഹാൻഡ് ബ്രേക്ക് ആണ് കേട്ടോ അവിടെ. ഇനി വാഹനത്തിന്റെ വാറണ്ടി നോക്കുകയാണെങ്കിൽ 4 കൊല്ലം അല്ലെങ്കിൽ 4 ലക്ഷം കിലോമീറ്റേഴ്സ് ആണ് ഡ്രൈവ് ലൈന് വാറണ്ടി കിട്ടുന്നത്. വലിയൊരു ഡാഷ്ബോർഡ് കാണാം. ഇവിടെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു 6 സ്പീഡ് ട്രാൻസ്മിഷൻ കാണണ്ട. പിന്നെ റിവേഴ്സും കൂടെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ വാഹനത്തിന്റെ ഒരു ബോഡി വാറണ്ടി നോക്കുകയാണെങ്കിൽ 3 കൊല്ലം അല്ലെങ്കിൽ 3 ലക്ഷം കിലോമീറ്റേഴ്സ് ആണ് ബോഡി വാറണ്ടി. ഇവിടെ കുറെ സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം റീജനറേഷന്റെ സ്വിച്ചുകളാണ്. അതുപോലെ തന്നെ 2 ഡ്രൈവ് മോഡുകളുടെ സ്വിച്ച് വരുന്നുണ്ട്. അതെല്ലാം നമ്മുടെ ക്ലസ്റ്ററിൽ മാറ്റാട്ടെ. അപ്പൊ വലിയ കയറ്റൊക്കെ കയറുന്നുണ്ടെങ്കിൽ ഹെവിയിലൊക്കെ ഇട്ട് കയറാം. താഴെ ലൈറ്റുകളുടെ സ്വിച്ചാണ്, ഫാൻ, ഇത്രയൊക്കെ വരുന്നുള്ളൂ ഇവിടെ സ്വിച്ചുകൾ. 130 mm ഒരു ക്ലച്ച് വരുന്നുണ്ട് വാഹനത്തിന് ഡയ. അതുപോലെ തന്നെ നമുക്ക് ഗിയർ ബോക്സ് നോക്കുകയാണെങ്കിൽ G550 6 സ്പീഡ് ഗിയർ ബോക്സ് വരണം. കേബിൾ ഷിഫ്റ്റ് ആട്ടാ. ആ വൈഡർ ആയിട്ടുള്ള ബോഡി എന്ന് പറഞ്ഞില്ല കണ്ട, ഇഷ്ടം പോലെ സ്പേസ് ആണ് വാഹനത്തിന്റെ അകത്ത്. ഇവിടെ ഒരു സീറ്റ്, സിംഗിൾ സീറ്റ് വരുന്നുണ്ട്. അതിനൊരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പുഷ് ബാക്ക് ഒന്നുമല്ല, ഒരു സൈഡിൽ 3 സീറ്റ്. ഇവിടെ ചെറിയൊരു ഹൈറ്റ് ഡിഫറൻസ് വരുന്നുണ്ട്. റൈറ്റ് സൈഡിൽ 2 സീറ്റ് ഓപ്ഷൻ. മുകളിൽ കുറച്ച് ലഗേജ് സ്പേസ് വരുന്നുണ്ട്. പിന്നെ ലൈറ്റിംഗ് ഓപ്ഷൻസ്. പിന്നെ ഒരു സ്ട്രോങ് ആൻഡ് സ്റ്റിഫ് ബോഡി ആട്ടാ. സീറ്റിങ്ങിന്റെ ഒരു കളർ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഒരു യെല്ലോ ആൻഡ് ഒരു ലൈറ്റ് ബ്ലൂ കളറാണ് വരുന്നത്. 2 എമർജൻസി എക്സിറ്റുകൾ മുകളിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ചില്ലുകളെല്ലാം നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് തുറക്കാൻ പറ്റുന്നതാണ്. AC ഓപ്ഷൻ നമുക്ക് അഡീഷണൽ കസ്റ്റമർ എടുത്തിട്ട് കയറ്റേണ്ടി വരും. ബാക്കിൽ നോക്കുകയാണെങ്കിൽ 6 സീറ്റുകളാണ് ഒറ്റയടിക്ക് വരുന്നത്. കണ്ട 6. സെൻട്രൽ സീറ്റിന് സീറ്റ് ബെൽറ്റും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ പറയാനുള്ളത്. ഇവിടെ ഒരു എമർജൻസി എക്സിറ്റ് കാണാം. ഫയർ എക്സ്റ്റിങ്ഷർ വരുന്നുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ വാഹനം? അപ്പോൾ ഇനി ഒരുപാട് മോഡൽസ് വന്നിട്ടുണ്ട് ടാറ്റയുടെ. വിജയിക്കാൻ പോകുന്ന ഒരുപാട് ഐറ്റംസ്. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം ഓരോരോ വീഡിയോസ് ആയിട്ട്. ഈ വാഹനം എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അടിപൊളിയാ? ഇതിന്റെ പ്രൈസും കാര്യങ്ങളും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാട്ടാ. സീറ്റിലിരിക്കുമ്പോൾ ലെഗ് റൂം നോക്കിയാൽ അത്യാവശ്യം വേണ്ടോളം ലെഗ് റൂം വരുന്നുണ്ട്. ഈ 3 സീറ്ററിൽ ഇരിക്കുകയാണെങ്കിലും നമുക്ക് ലെഗ് റൂം കിട്ടുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇതൊക്കെയാണ് വാഹനത്തിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ. ഇനി ഇതിന്റെ തന്നെ പുഷ് ബാക്ക് സീറ്റുകളും AC ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ടെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഒന്നുകൂടി പറയാണ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതാണ് വൈഡർ ബോഡി നോൺ വൈഡർ ബോഡി ആയിട്ടുള്ള തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. എങ്ങനെയുണ്ട്, പൊളിച്ചിട്ട്